വോൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നല്ലപോലെ ഓടിയിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പം വണ്ടി സ്റ്റാർട്ടാവില്ല. ബാറ്ററി പോലെയാണ് ഡൗട്ട്. അങ്ങനെ കുറേ ഒരു ബാറ്ററി കടയിലൊക്കെ കാണിച്ചപ്പോൾ ബാറ്ററി ആണെന്ന് ആ സമയത്ത് തണുത്തതിന് ശേഷം നമ്മൾ ബാറ്ററി കൊണ്ട് വയ്ക്കുമ്പോൾ സ്റ്റാർട്ടാവും. എന്നാൽ ശരിക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് സ്റ്റാർട്ടറായിരുന്നു. ഇതിൻ്റെ ബെൻഡക്സ് ജാമായിരുന്നു. ഇങ്ങനെ ആക്കുമ്പോൾ താഴോട്ടും ഇങ്ങോട്ടാക്കുമ്പോൾ പോകണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് കിടക്കണം. ഇതിപ്പോൾ നല്ല ടൈറ്റാണ്. അതുപോലെ തന്നെ ബ്രഷും തീർന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രഷും മാറി ഈ സാധനവും ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഓയിലൊക്കെ അടിച്ച് ഇത്രയും ടൈറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ നല്ലപോലെ ഫ്രീ ആവണം. എന്നാൽ ഇങ്ങനെ പോകണം നല്ലപോലെ. ഉണ്ടല്ലേ, ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ഈ ബെൻഡക്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആക്കിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റാർട്ടറിൻ്റെ ബ്രഷും അതുപോലെ തന്നെ എല്ലാം ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മാറാം. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറൊക്കെ ഫുൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഇല്ലറ്റും ത്രോട്ടിൽ ബോഡിയൊക്കെ അയച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാർട്ടർ ഇളക്കണത്. അപ്പം നമുക്ക് ഇവിടെയാണ് സ്റ്റാർട്ടർ വരണത്. അപ്പം അതുപോലെ തന്നെ ഫ്ലൈ വീല് പിടിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. അതുപോലെ തന്നെ ക്ലച്ചൊക്കെ അതിൻ്റെ കാർബണൊക്കെ ഇതാ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ കയറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ എല്ലാം കയറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ലാഗ് പോലും ഇല്ല. എന്നാലും നമുക്ക് 2-3 പ്രാവശ്യം അടിച്ചു നോക്കാം. കുഴപ്പമില്ല, ഒരു ലാഗും ഇല്ല. ഇനി AC ഇട്ട് നോക്കാം. നമുക്ക് AC ഓണാണേ, അപ്പോഴും ലാഗില്ല. ഒരു ലാഗ് പോലും ഇല്ല. ഇനി നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് കസ്റ്റമറിന് ഡെലിവറി ചെയ്യാം. ഓട്ടത്തിലെല്ലാം ചൂടായതിനു ശേഷം അതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചാൽ ബെൻഡക്സ് ആയിരുന്നു ജാം. അതുപോലെ തന്നെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ബ്രഷും മാറിയിട്ടുണ്ട്. അത് രണ്ടും ആയിരുന്നു കംപ്ലൈൻറ്റ്. അപ്പം നമുക്ക് ഇനി വണ്ടി ഡെലിവറി ചെയ്യാം.